ഇന്ന് എനിക്ക് വർക്കുള്ളൊരു ദിവസമാണ്. സമയം ഇപ്പോൾ 4 മണിയായിട്ടുണ്ട്. ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ ടൈമിലും ഇവിടെ അയ്യപ്പന്മാരുണ്ടാവും. 4:30 ആയപ്പോൾ ഞങ്ങൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ വിചാരിച്ചിരുന്നത് വീട്ടുകാരൊന്നും എഴുന്നേറ്റിട്ടുണ്ടാവില്ലെന്നാണ്. എന്നാൽ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് ബ്രൈഡ് നേരത്തെ തന്നെ കുളിച്ച് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇതാണ് സാരി. റാണി പിങ്ക് കളറിൽ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. കളറ് അത്ര വീഡിയോയിൽ എടുത്തറിയാൻ പറ്റുന്നില്ല. ഇതാണ് ബ്ലൗസ്. നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഒട്ടും ഓവറാക്കിയിട്ടില്ല. സാധാരണയായിട്ട് ചില വീട്ടിലൊക്കെ ചെന്നാൽ വെള്ളം പോലും കിട്ടാത്തതാണ്. ഇവിടെ ഞങ്ങൾക്ക് നേരെ തിരിച്ചായിരുന്നു. ഇത് ഞങ്ങൾക്ക് ചായയുടെ കൂടെ കഴിക്കാൻ തന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു. കാണുമ്പോൾ സാരി നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണെന്ന് തോന്നുമെങ്കിലും അത്ര ഫ്ലെക്സിബിൾ അല്ലായിരുന്നു. നല്ല കട്ടിയുണ്ടായിരുന്നു സാരിക്ക്. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായിരുന്നു. ബ്രൈഡ് കുറച്ച് ഫോട്ടോസൊക്കെ എനിക്ക് റെഫറൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. സെയിം അതുപോലെ തന്നെ വേണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കിട്ടുമോ എന്ന്. സാരിയും കൂടി ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ സാരി ഡ്രേപ്പിംഗ് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു. അതിനുശേഷം ബ്രൈഡിൻ്റെ സിസ്റ്റർക്കും സാരി ഡ്രേപ്പിംഗ് ഉണ്ടായിരുന്നു. ഈ സാരി സോഫ്റ്റ് സിൽക്കാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്ലീറ്റ്സ് ഒക്കെ കിട്ടി. വേഗം തന്നെ സാരി ഡ്രേപ്പിംഗ് കഴിഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെയായിരുന്നു റിസപ്ഷനും. അതിനും അവർ സാരി തന്നെയാണ് സെലക്ട് ചെയ്തിരുന്നത്. ഒരു പിങ്ക് കളറിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനർ സാരിയായിരുന്നു. പക്ഷേ ഫോട്ടോസിലും വീഡിയോസിലും അത്ര നന്നായിട്ട് എടുത്തറിയാൻ പറ്റുന്നില്ല. പക്ഷേ ബ്രൈഡിന് ഉടുത്തിട്ട് നല്ല ഭംഗിയുണ്ട്. വൈകുന്നേരത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒട്ടും സമയമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഏറ്റവും അവസാനം ഇറങ്ങിയത് ഞങ്ങൾ തന്നെയായിരുന്നു.